Namaskaram. Welcome to Plus One Computer Application class. First of all, I have immense pleasure to congratulate all of you for opting a course in commerce stream with the computer application as one of the optional subjects. Because this decision will help you in higher studies, especially when you are going for management course or accountancy field or anywhere in the world. This selection will be a right decision in the right time. So the first chapter is named The Fundamentals of Computer. ഈ ചാപ്റ്ററിന് രണ്ട് ഭാഗമായിട്ട് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഭാഗം ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, സെക്കൻഡ് ഭാഗം നമ്പർ സിസ്റ്റം. ഇതിൽ നമ്പർ സിസ്റ്റം നമ്മൾ പിന്നീട് അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഫസ്റ്റ് ഭാഗമായ ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടോപ്പിക് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഡാറ്റ. വാട്ട് ഈസ് ഡാറ്റ? നിങ്ങളെല്ലാവരും സ്ഥിരമായി കേൾക്കുന്ന വാക്കാണ് ഡാറ്റ. ഡാറ്റ മിസ്സിംഗ് എന്ന് കേൾക്കാറുണ്ട്. വാട്ട് ഈസ് ഡാറ്റ? ഡാറ്റൻ്റെ മലയാള പദം എന്താണെന്ന് വെച്ചാൽ ദത്തം എന്നാണ്. അതിനേക്കാൾ നല്ല ഇംഗ്ലീഷ് പദം ഉപയോഗിക്കുന്ന ഡാറ്റ എന്ന് ഉപയോഗിക്കുന്നത് നല്ലത്. ഡാറ്റ, വാട്ട് ഈസ് യുവർ നെയിം? മുഹമ്മദ്. ഓക്കെ. വാട്ട് ഈസ് യുവർ നെയിം? ജെസ്സി. വാട്ട് ഈസ് യുവർ നെയിം? രാമൻ. യെസ്. ഇവിടെ 3 വേർഡ്സുകൾ കേട്ടു. ജെസ്സി, രാമൻ, ഫാത്തിമ ഓർ മുഹമ്മദ്. ഇതെല്ലാം എന്താണ്? ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ഡാറ്റ. ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ വിൽ നോട്ട് കൺവേ എ കംപ്ലീറ്റ് മീനിങ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഒരു റിയൽ ലൈഫിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നെല്ല് കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോകുന്നു. ഈ കേസിൽ നെല്ല് ഈസ് ദ ഡാറ്റ. നെല്ല് പൊടിച്ച് അരിയാക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ. അതായത് ഡാറ്റനെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടുക. വെൻ യു പ്രോസസ് ഡാറ്റ യു വിൽ ഗെറ്റ് ഇൻഫർമേഷൻ. ഇവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഈ ഫാത്തിമ അല്ലെങ്കിൽ ജെസ്സി ഇതൊക്കെ ഡാറ്റയാണ്. ഇതിന് നമുക്ക് എങ്ങനെ ഇൻഫർമേഷൻ ആക്കി മാറ്റാൻ പറ്റും? പല രീതിയിൽ ഇൻഫർമേഷൻ ആക്കി മാറ്റാൻ പറ്റും. ജെസ്സി ഈസ് സ്റ്റഡിയിങ് ഇൻ 11th സ്റ്റാൻഡേർഡ്. ഇറ്റ് ഈസ് ഇൻഫർമേഷൻ. രാമൻ ഈസ് ആൻ എഞ്ചിനീയർ. ഇറ്റ്സ് ആൻ ഇൻഫർമേഷൻ. ഇതാണ് ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള റിലേഷൻ. സോ ഡാറ്റ ഈസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. വാട്ട് ഈസ് ഇൻഫർമേഷൻ? ദ പ്രോസസ്ഡ് ഡാറ്റ ഈസ് നോൺ ആസ് ദ ഇൻഫർമേഷൻ. Now we go to the next topic, that is data processing. What is data processing? നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ പല രീതിയിലുള്ള ഡാറ്റ പ്രോസസ്സ് ചെയ്യാറുണ്ട്. ഏറ്റവും നല്ല റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ദാറ്റ് ഈസ് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ അത് പ്രോസസ്സിങ് നടക്കുന്നു. അതിന് ഔട്ട്പുട്ടാണ് എനർജി. ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ഈ ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്നത്. ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ഇങ്ങനെ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ. ഡാറ്റനെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രക്രിയക്കാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്നത്? ഡാറ്റ പ്രോസസ്സിങ്ങിന് കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ ഞാൻ പറയുന്ന അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓർഡർ മാറിയാൽ അതിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഡാറ്റ പ്രോസസ്സിംഗ് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിപ്പോൾ SSLC റിസൾട്ട് വന്ന ശേഷം +1 അഡ്മിഷന് വേണ്ടി ഒരു അക്ഷയ സെൻറ്ററിലോ നിങ്ങൾ സ്വന്തം വീട്ടിലിരുന്നോ ഒരു ആപ്ലിക്കേഷൻ ഫോം സിംഗിൾ വിൻഡോ തയ്യാറാക്കി. ആ ആപ്ലിക്കേഷൻ ഫോമിലെല്ലാം ഉള്ളത് എന്താണ്? കുറേ ഡാറ്റകളാണ്. നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെ മാർക്ക്, പേര്, പഞ്ചായത്ത്, താലൂക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ഡാറ്റ അതിലുണ്ട്. ഈ ഡാറ്റ ക്യാപ്ചറിങ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് അവിടെ നടന്നത്. ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ തയ്യാറാക്കി. അതോടുകൂടി ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ അത് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഫോം ഏതെങ്കിലും ഒരു സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഇൻപുട്ട് ഓഫ് ഡാറ്റ. അതായത് ആ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഒരു സ്കൂളിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് ഓഫ് ഡാറ്റ കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പാണ് അവിടെയുള്ള ഏതെങ്കിലും അധ്യാപകൻ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ഒരാൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് വെരിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. സോ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ കുറേ സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ. ക്യാപ്ചറിങ് ഓഫ് ഇൻഫർമേഷൻ എന്ന് ആരും എഴുതി പോകരുത്. ഇൻഫർമേഷൻ ആക്കുന്ന പരിപാടിയാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ലാസ്റ്റാണ് ഇൻഫർമേഷൻ ഉണ്ടാവുക. ക്യാപ്ചറിങ് ഓഫ് ഡാറ്റയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുന്ന ആ സ്റ്റെപ്പാണ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ. സെക്കൻഡ് സ്റ്റെപ്പാണ് ഇൻപുട്ട് ഓഫ് ഡാറ്റ. ദാറ്റ് ഇസ് യു ആർ സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ ഫോം ടു ദ സ്കൂൾ. തേർഡ് സ്റ്റെപ്പാണ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. അവിടെയും സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ എഴുതി പോയത് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. അവിടെയുള്ള ഒരു അധ്യാപകൻ എന്ത് ചെയ്യുന്നു? അത് വെരിഫൈ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ. നമ്മുടെ റാങ്കിൾസ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ്. അടുത്ത സ്റ്റെപ്പാണ് എന്ത്? ഔട്ട്പുട്ട് ഓഫ് ദി റിസൾട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ്
ഇൻഫർമേഷൻ, അതായത് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് കിട്ടുന്ന ആ സ്റ്റെപ്പ്, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഔട്ട്പുട്ട് ഓഫ് ദി റിസൾട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇവിടെ ഇൻഫർമേഷൻ നമ്മുടെ ഈ കേസിൽ റാങ്ക് ഇതാണ്, അലോട്ട്മെൻറ്റ് സ്ലിപ്പാണ്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ. ചില എക്സാമിന് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ബ്ലോക്ക് ഡയഗ്രാം ദ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാലും എക്സ്പ്ലെയിൻ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാലും ആൻസർ ഒന്ന് തന്നെയാണ്. ആ കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കൃത്യമായിട്ട് നമ്മൾ വരച്ച് പഠിച്ചിരിക്കണം. ചില വർഷങ്ങളിൽ ഇത് 5 മാർക്കിന് വരെ ചോദിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഏത് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും ഇതിന് ആൻസർ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വാട്ട് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ? ഒന്നാമത്തെ യൂണിറ്റാണ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ത്രൂ ദ ഇൻപുട്ട് യൂണിറ്റ് ഹ്യൂമൻ ബീയിങ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ. മനുഷ്യന്മാർ കമ്പ്യൂട്ടറിനോട് അങ്ങോട്ട് സംസാരിക്കുന്നത് ഇൻപുട്ട് യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് കീബോർഡ്, വേറൊന്ന് മൗസ്, അതുപോലെ തന്നെ ജോയ്സ്റ്റിക്ക്, അങ്ങനെ കുറേ ഇൻപുട്ട് ഡിവൈസുകളുണ്ട്. രണ്ടാമത്തെ ഫങ്ഷണൽ യൂണിറ്റാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്താണോ ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഇറ്റ് ഈസ് ത്രൂ ദ ഔട്ട്പുട്ട് യൂണിറ്റ് ദ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹ്യൂമൻ ബീയിങ്സ്. കമ്പ്യൂട്ടർ നമ്മളോട് സംസാരിക്കുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് യൂണിറ്റാണ് എന്ത്? മോണിറ്റർ, പ്രിൻ്റർ, ഇതൊക്കെ ഔട്ട്പുട്ട് യൂണിറ്റുകളാണ്. ഇനി ഈ ഇൻപുട്ട് യൂണിറ്റിൻ്റെയും ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെയും ഇടയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് CPU സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അല്ലെങ്കിൽ ചോദിക്കും ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ആൻസർ ഈസ് CPU. ഒരു CPUവിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? CPU മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ALU and control unit is jointly known as CPU. What is the duty of ALU? ALU is responsible for doing all the arithmetical and logical operations. Control unit controls all other units. So ഇതാണ് CPU-വിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഈ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ പ്രോസസ്സിങ്ങിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്, IPO. അത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇൻപുട്ട് യൂണിറ്റ്, പ്രോസസ് CPU പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇനി ഇതല്ലാതെ അടുത്ത പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് എന്ത്? ഒന്നാമത്തെ ഇൻപുട്ട് യൂണിറ്റ്, 2 ഔട്ട്പുട്ട് യൂണിറ്റ്, 3 CPU കൺസിസ്റ്റ് ഓഫ് ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് വഴി അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റയും മറ്റുള്ള എല്ലാ ഇൻഫർമേഷനും കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി യൂണിറ്റിലാണ്. മെമ്മറി യൂണിറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. വൺ ഈസ് പ്രൈമറി മെമ്മറി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിൻ്റെ പ്രത്യേകത, when the power is switched off, the data stored in the primary memory will be lost. കറണ്ട് പോയി കഴിഞ്ഞാൽ പ്രൈമറി മെമ്മറിക്കകത്തുള്ള ഡാറ്റ നഷ്ടപ്പെട്ടു പോകും. ദാറ്റ് മീൻസ് പ്രൈമറി മെമ്മറി ഈസ് എ വോളട്ടൈൽ മെമ്മറി or temporary memory, whereas secondary memory means the data stored in the secondary memory will be permanent. Even if the power is switched off, the data stored in the secondary memory will not be lost. ഏതുപോലെയെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നിങ്ങളിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ജസ്റ്റ് കേട്ടിരിക്കുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ദേ ആർ റൈറ്റിംഗ് ഇറ്റ് ഇൻ ദ പ്രൈമറി മെമ്മറി. ഈ പീരീഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയേക്കാം. നേരെ മറിച്ച് ചില കുട്ടികൾ അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് ദ സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി ഈസ് ദ പുസ്തകം ആൻഡ് പ്രൈമറി മെമ്മറി ഈസ് ദ മസ്തകം. വാട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ മസ്തകം വിൽ ബി ഡിലീറ്റഡ് when the power is off, but what you are writing in the notebook, it is permanent. That is the difference between primary memory and secondary memory. ഇത്രയുമാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ്. ഒന്നൊരു സമ്മറി പറയാം. 1 ഇൻപുട്ട് യൂണിറ്റ്, 2 ഔട്ട്പുട്ട് യൂണിറ്റ്, 3 CPU, 4 മെമ്മറി യൂണിറ്റ്. CPU കൺസിസ്റ്റ് ഓഫ് ALU ആൻഡ് കൺട്രോൾ. നമുക്ക് പറയാനുള്ളത് വളരെ ചെറിയൊരു ടോപ്പിക്ക് കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടാണ്. ഒരു പക്ഷേ ചോദിച്ചേക്കാം, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? What is a computer? A computer is an electronic device that accepts data from the user, process it and give the result to the user. അതാണ് കമ്പ്യൂട്ടർ ഡെഫിനിഷൻ.
നമ്മൾ ഈ നോട്ട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ അതേസമയത്ത് ഞാൻ സ്ലൈഡ് കാണിച്ചാൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതിൽ ആദ്യം എഴുതേണ്ട ഡാറ്റ, പിന്നെ ഇൻഫർമേഷൻ, ആ ഓർഡറിലാണ് നിങ്ങൾ നോട്ട് ചെയ്തേണ്ടത്. ഇനി 2 ടോപ്പിക് കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഒന്ന്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകതകൾ. അതിൽ കമ്പ്യൂട്ടർ അഡ്വാൻറ്റേജസും വരും, കമ്പ്യൂട്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസും വരും. അഡ്വാൻറ്റേജസ് പ്ലസ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക്സ്. എക്സാമിന് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസും എഴുതണം, ഡിസ്അഡ്വാൻറ്റേജസും എഴുതണം. നേരെ മറിച്ച് അഡ്വാൻറ്റേജസ് മാത്രമാണ് ചോദിക്കുകയെങ്കിൽ അഡ്വാൻറ്റേജസ് മാത്രം എഴുതണം, ഡിസ്അഡ്വാൻറ്റേജസ് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് മാത്രം എഴുതണം. ആ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്, ഒന്നാമത്തെ സ്പീഡാണ്. കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് മനുഷ്യനെ അപേക്ഷിച്ച് വളരെ ഹൈ സ്പീഡാണ് കമ്പ്യൂട്ടറിനുള്ളത്. ഒരു മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്പീഡിൽ കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ്. ഇറ്റ് ക്യാൻ ഡു ഇൻ എ മിനിറ്റ് ആസ് മച്ച് വർക്ക് ആസ് എ മാൻ ക്യാൻ ഡു ഇൻ എ ഇയർ. രണ്ടാമത്തെ പോയിൻ്റാണ് ആക്യുറസി, അതായത് അതിൻ്റെ കൃത്യത. ഇപ്പോൾ നേരത്തെ പറഞ്ഞ +1 അഡ്മിഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യത. നേരെ മറിച്ച് കമ്പ്യൂട്ടറാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി അത് കമ്പ്യൂട്ടറിന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പോയിൻ്റാണ് ഡെലിജൻസ്, അതായത് ഹാർഡ് വർക്കിംഗ്. കമ്പ്യൂട്ടറിന് മണിക്കൂറുകളോളം ഒരേ വർക്ക് യാതൊരു ഇമോഷനും ഇല്ലാതെ, യാതൊരു ഡിസൊബീഡിയൻസും ഇല്ലാതെ, യാതൊരു മടിയും ഇല്ലാതെ തുടർച്ചയായിട്ട് കമ്പ്യൂട്ടറിന് അത് ചെയ്യാൻ പറ്റും എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അടുത്ത പോയിൻ്റാണ് വേഴ്സറ്റാലിറ്റി. കമ്പ്യൂട്ടർ ഈസ് എ വേഴ്സറ്റൈൽ ടൂൾ. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരേ സമയം കമ്പ്യൂട്ടറിന് പല രീതിയിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരേ സമയം CD ഇട്ട് പാട്ട് കേൾക്കുന്നു, അതേസമയം കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അതേസമയം അതേ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് പ്രിൻ്റ് എടുക്കുന്നു. അങ്ങനെ കുറേ ജോലികൾ ഒരേ സമയം ചെയ്യാൻ പറ്റും. അവസാനത്തെ കമ്പ്യൂട്ടർ ലാർജ് മെമ്മറി. നമ്മളിപ്പോൾ ഇപ്പം പറഞ്ഞ കാര്യം അടുത്ത മിനിറ്റ് തന്നെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിന് വളരെ വലിയ മെമ്മറിയാണ്, ഹ്യൂജ് മെമ്മറിയാണ്. അത് ആ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടർ. ഇതുവരെ നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. ഇനി നമുക്ക് അടുത്തതായി പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ് നോ IQ എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ബുദ്ധി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പ്രോഗ്രാമിലൂടെ എന്താണോ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് അത് പ്രകാരം അത് വർക്ക് ചെയ്യുന്നു. നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ തെറ്റാണെങ്കിൽ അത് തെറ്റായ രീതിയിൽ അത് കാര്യങ്ങൾ വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് ദ മിസ്റ്റേക്ക് ഓഫ് ദി കമ്പ്യൂട്ടർ, ഇറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്. ഇവിടെ നോ IQ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റ് സബ്ജക്റ്റിൽ പോലല്ല. ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിലും ഞാൻ ഈ പറഞ്ഞ സമയത്ത് പോലും ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ച ചില കാര്യങ്ങൾ നാളെ ഒരു പക്ഷേ അത് തെറ്റായി വന്നേക്കാം. അതൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സബ്ജക്റ്റാണെന്ത്, ഫാസ്റ്റ് ഗ്രോയിങ് സബ്ജക്റ്റാണെന്ത്, കമ്പ്യൂട്ടർ സയൻസ്. അതുകൊണ്ട് ഇപ്പോൾ നോ IQ എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ പുതിയ റിസർച്ച് ഒക്കെ നമുക്കറിയാമല്ലോ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സംഭവം നിങ്ങൾക്കറിയാമല്ലോ. കൃത്രിമമായൊരു കമ്പ്യൂട്ടറിന് ബുദ്ധി ഇൻഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ ഒരു പുതിയൊരു ഫീൽഡായിട്ട് തന്നെ എഞ്ചിനീയറിംഗിൽ വരെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് പോയി എഴുതുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് നോ IQ എന്ന് നമുക്ക് എഴുതാം. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റലിജൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. രണ്ടാമത്തെ പോയിൻ്റാണ് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് കൊടുത്തത് കൊണ്ട് നമ്മളത് പഠിക്കണം. പക്ഷേ അതിനും ഒരു ഫർദർ റീഡിങ്ങിൽ ഇതൊരു റിസർച്ച് ഏരിയയാണ്. ഇവിടെ എന്തെങ്കിലും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന സംഭവം നിങ്ങൾ ഹയർ സ്റ്റഡീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനുണ്ടാവും. അതായത് കമ്പ്യൂട്ടറിന് തന്നെ സ്വയമായിട്ട് തീരുമാനമെടുക്കാനുള്ളത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ISROയിലൊക്കെ അതുപോലെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ സ്വയം തീരുമാനമെടുക്കാനുള്ള അവസ്ഥയിലേക്ക് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ് നോ ഇമോഷൻസ്. കമ്പ്യൂട്ടറിന് മനുഷ്യന്മാരെ മാതിരി സ്നേഹം, ദയ, കരുണ അങ്ങനത്തെ ഇമോഷൻസും ഒന്നും ഇല്ല. കാരണം അത് അങ്ങനത്തെ ഒരു മെഷീനാണ്. പക്ഷേ ഇതുപോലും എന്ത് ചെയ്യാൻ പറ്റും, പുതിയ കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റോബോട്ടിക്സ് ടെക്നിക്സ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒന്ന്, നമ്പർ 1 നോ IQ, നമ്പർ 2 ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ, നമ്പർ 3 നോ ഇമോഷൻസ്. ഇവരെ പറഞ്ഞ കീ പോയിൻറ്റ്സ്: ഒന്ന് ഡാറ്റ, സെക്കൻഡ് 1 ഇൻഫർമേഷൻ, തേർഡ് 1 ഡാറ്റ പ്രോസസ്സിംഗ്, fourth 1 different steps in data processing, fifth 1 the functional units of computer or the block diagram of computer, last topic advantages and disadvantages of computer or characteristics of computer. Okay, thank you all for watching. Thank you. Bye.